ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രസിദ്ധ ക്ഷേത്രമാണ് ശ്രീ കന്യാകുമാരി ദേവി ക്ഷേത്രം. വളരെ പ്രശസ്തമായ ഈ സ്ഥലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൽ ആദിപരാശക്തി കന്യകയായ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ കുടികൊള്ളുന്നു. പണ്ട് കന്യാകുമാരി ദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ബാണാസുരൻ. ബാണാസുരൻ ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിക്കുകയും അമരത്വം വരമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അത് ബ്രഹ്മാവ് നിഷേധിക്കുകയും ഏതൊരാൾക്കും മരണം അനിവാര്യമാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ കന്യകയായ ഒരു പെൺകുട്ടിയാൽ മാത്രമേ തൻ്റെ മരണം സംഭവിക്കാവൂ എന്ന വരം ബാണാസുരൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് വരം നൽകി അപ്രത്യക്ഷനായി. ശേഷം വരലബ്ധിയാൽ അഹങ്കാരിയായ ബാണാസുരൻ ലോകം മുഴുവൻ നാശം വിതച്ചു. എല്ലാ ദേവന്മാരെയും ആക്രമിച്ചു. ദേവന്മാർ ത്രിമൂർത്തികളെ പ്രാർത്ഥിച്ചു. ബാണാസുരനെ കൊല്ലാൻ ഒരു കന്യക പെൺകൊടിക്കു മാത്രമേ കഴിയൂ എന്ന് വിഷ്ണു ഭഗവാൻ ദേവന്മാരെ അറിയിച്ചു. ശേഷം ശക്തി ഒരു കന്യകയായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് അവതാരം കൈക്കൊണ്ടു. ശിവനോടുള്ള അതിയായ ഭക്തി മൂലം അവൾ ശിവനെ പതിയായി ലഭിക്കാൻ തപസ്സാരംഭിച്ചു. ശിവൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവരുടെ വിവാഹ മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു. സൂര്യോദയത്തിനു മുൻപുള്ള ഒരു മുഹൂർത്തമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ദേവിയുടെ വിവാഹം കഴിഞ്ഞാൽ ദേവി കന്യകയല്ലാതായി മാറുകയും ബാണാസുരനെ വധിക്കാൻ കഴിയാതെ വരികയും ചെയ്യും എന്നതിനാൽ ദേവന്മാർ ഈ വിവാഹം മുടക്കാൻ നാരദ മഹർഷിയുടെ സഹായം തേടി. വിവാഹ ഘോഷയാത്ര ശുചീന്ദ്രത്തു നിന്നും കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേയുള്ള വഴുക്കുംപാറ എന്ന സ്ഥലത്ത് നാരദൻ ഒരു പൂവൻ കോഴിയുടെ രൂപത്തിൽ നിൽക്കുകയും ശിവഭഗവാനും സംഘവും എത്തിയപ്പോൾ ഉച്ചത്തിൽ കൂവുകയും ചെയ്തു. ഇത് കേട്ട് സൂര്യൻ ഉദിച്ചു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ശിവഭഗവാൻ മുഹൂർത്തം കഴിഞ്ഞു എന്നും വിവാഹം മുടങ്ങി എന്നും ചിന്തിച്ച് വിഷമിച്ച് നിരാശയോടെ മടങ്ങി. എന്നാൽ മണ്ഡപത്തിൽ ദേവി കാത്തിരിക്കുകയായിരുന്നു. വിവാഹം നടക്കില്ല എന്നറിഞ്ഞ ദേവി അതീവ ദുഃഖിതയായി. ഇനി താൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്നു ദേവി ദൃഢനിശ്ചയമെടുക്കുകയും വളകൾ പൊട്ടിച്ചെറിയുകയും വിവാഹത്തിനായി ഒരുക്കിയിരുന്ന സദ്യവട്ടങ്ങളും അലങ്കാരങ്ങളും മറ്റും മണ്ണും കല്ലുമായി തീരുകയും ചെയ്തു. കന്യാകുമാരി തീരത്ത് പല നിറത്തിൽ കാണപ്പെടുന്ന മണൽത്തരികൾ ഇങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ഐതിഹ്യം. അപ്രകാരം കഴിഞ്ഞിരുന്ന ദേവിയെ ഒരിക്കൽ ബാണാസുരൻ കാണാനിടയാകുകയും ദേവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അസുരൻ ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ബാണാസുരൻ വിവാഹത്തിനായി ദേവിയെ സമീപിക്കുകയും ഇത് ഒരു യുദ്ധത്തിനു വഴിവെക്കുകയും ദേവി ബാണാസുരനെ വധിക്കുകയും അതുവഴി ഭൂമിയുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് ബാണാസുരൻ ഭഗവതിയെ തിരിച്ചറിയുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ശേഷം ദേവി അവിടെ തന്നെ കുടികൊണ്ടു. പരശുരാമനാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം. വർണ്ണമാല്യവുമായി സർവാഭരണ ഭൂഷിതയായി നിൽക്കുന്ന രൂപത്തിലാണ് ദേവിയുള്ളത്. ആദിപരാശക്തിയുടെ രൂപമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു സിംഹത്തെ പീഠത്തിൽ കാണാൻ സാധിക്കുന്നു. 52 ശക്തിപീഠങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. സതീദേവിയുടെ ശരീരത്തിൻ്റെ പിൻഭാഗം ഇവിടെ വീഴുകയും കുണ്ടലിനി ശക്തിയുടെ സാന്നിധ്യം സൃഷ്ടിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് ദേവിയുടെ മുക്കുത്തി. ഇത് നാഗമാണിക്യത്താൽ നിർമ്മിതമാണെന്നാണ് വിശ്വാസം. ദേവിയുടെ മുക്കൂത്തിയുടെ പ്രകാശം കണ്ട് അത് വിളക്കുമാടത്തിൽ നിന്നുള്ള വെളിച്ചമാണെന്ന് തെറ്റിദ്ധരിച്ച കപ്പലുകൾ കന്യാകുമാരി തീരത്തിടിച്ച് തകർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിനുശേഷം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വാതിൽ ചില പ്രത്യേക ദിവസങ്ങളിലൊഴിച്ച് മറ്റു ദിവസങ്ങളിൽ തുറക്കാറില്ല. പടിഞ്ഞാറേ വാതിലിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് വീണ, മൃദംഗം, ഓടക്കുഴൽ, ജലതരംഗം എന്നീ വാദ്യോപകരണങ്ങളുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന 4 തൂണുകൾ. ബംഗാൾ ഉൾക്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിത്ര പൗർണമി ദിവസമാണ് ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. നവരാത്രി, വൈശാഖ ഉത്സവം എന്നിവ പ്രധാനമാണ്. ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീപാദപാറ ദേവിയുടെ പാദങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ്. ഈ പാറയിൽ സ്വാമി വിവേകാനന്ദൻ തപസ് ചെയ്തതിനാൽ ഇത് പിന്നീട് വിവേകാനന്ദ പാറ എന്നറിയപ്പെടാൻ തുടങ്ങി. ചുവന്ന സാരിയും നെയ്വിളക്കുകളും ഭക്തർ ദേവിക്കായി സമർപ്പിക്കുന്നു. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ശുഭകരമായി കണക്കാക്കുന്നു. ദേവിയെ ബാലാംബികയായും ചിലപ്പോൾ കാത്യായനിയായും നവദുർഗയായും ഭദ്രകാളിയായും ആരാധിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയാണ് കന്യാകുമാരി ദേവി എന്നും വിശ്വാസമുണ്ട്.
ഈ ക്ഷേത്രവും കന്യാകുമാരി കടൽ തീരവും മലയാളികളും തമിഴരും ഒരുപോലെ പോകുന്ന സ്ഥലമാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനാകുന്ന ഒരു പ്രദേശമായതിനാൽ ആ സമയങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്നു. വിവേകാനന്ദ പാറ പോലെ മറ്റൊരു പാറയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവള്ളുവർ പ്രതിമയും ഇപ്പോൾ പുതിയതായി തുറന്ന ഗ്ലാസ് ബ്രിഡ്ജും പ്രധാന ആകർഷണങ്ങളാണ്. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യകഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരം കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. നന്ദി, നമസ്കാരം.